ഗുഡ് മോർണിംഗ്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഫോർമുലൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ്. ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റിനെ സം ആക്കാനുള്ള ഫോർമുല, അതേപോലെ സമ്മിനെ പ്രൊഡക്റ്റ് ആക്കാനുള്ള ഫോർമുല. ആരുടെ പ്രൊഡക്റ്റ് സമ്മ്? സൈന് കോസ്, ഇവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സമ്മ് വരുമ്പോൾ മാറ്റി ചെയ്താനുള്ള ഫോർമുലകളാണ് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലകളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് 10 പ്രോബ്ലംസ് കൂടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അത് സോൾവ് ചെയ്യാം. പ്രൂവ് ദാറ്റ് എന്നാണ്, എല്ലാം പ്രൂവ് ദാറ്റ് ആണ്. പ്രൂവ് ദാറ്റ് അതിൽ ഫസ്റ്റ് വണ്ണ് കോസ് π/4 പ്ലസ് എക്സ് പ്ലസ് കോസ് π/4 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു കോസ് എക്സ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് LHSലാണ്. അപ്പൊ അതിന് സൊല്യൂഷൻ പറയാം. ഒന്നാമത്തെ LHSലുള്ളത് കോസ് π/4 പ്ലസ് എക്സ് പ്ലസ് കോസ് π/4 മൈനസ് എക്സ്. ഇതിനെ കൊണ്ടുപോയിട്ട് ഒരൊറ്റ ടേം ആയിട്ട് √2 എന്ന കോൺസ്റ്റന്റ് ഇൻറ്റു കോസ് എക്സ് എന്ന് കാണിക്കണം. ഈ പ്രോബ്ലം നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. 3 പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ നേരത്തെ പഠിച്ച കോസ് എ പ്ലസ് ബി എക്സ്പാൻഡ് ചെയ്യുക. ഇത് കോസ് എ മൈനസ് ബി എക്സ്പാൻഡ് ചെയ്ത് π/4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി അതിന്റെ വാല്യൂസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് √2 കോസ് എക്സ് കിട്ടും. അതൊരു മെത്തേഡാണ്. പിന്നെ ഒരു മെത്തേഡ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു വെച്ച ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഏത് ഫോർമുല? കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി മോഡലാണിത്. എക്ക് പകരം π/4, ബിക്ക് പകരം എക്സ്. കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 2 കോസ് എ കോസ് ബി എന്ന് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. അത് നേരിട്ട് ഇത് കൊടുത്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇനി അതല്ലാതെ മൂന്നാമത്തെ മെത്തേഡ് ഇത് നമുക്ക് ഇങ്ങനെ നോക്കാം. ഈ ബ്രാക്കറ്റിലെ π/4 പ്ലസ് എക്സിനെ സി എന്നും ഈ ബ്രാക്കറ്റിലുള്ള π/4 മൈനസ് എക്സിനെ ഡി എന്നും വിചാരിക്കാം. എന്നിട്ട് കോസ് സി പ്ലസ് കോസ് ഡി പ്രൊഡക്റ്റ് ആക്കുക. കോസ് സി പ്ലസ് കോസ് ഡി 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. അത് വെച്ച് ചെയ്താലും √2 കോസ് എക്സ് കിട്ടും. ഞാനിപ്പോ രണ്ടാമത് പറഞ്ഞാണ് ചെയ്യാൻ പോണത്. കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി 2 കോസ് എ കോസ് ബി എന്നാണ് ഫോർമുല. നമുക്ക് എക്ക് പകരം π/4 ആണ്, ബിക്ക് പകരം എക്സ് ആണ്. അത് ഞാൻ കൊടുത്തു. 2 ഇൻറ്റു π/4 45 ഡിഗ്രി ആണ്. അതിന്റെ കോസിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, 1/√2 ഇൻറ്റു കോസ് എക്സ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു കോസ് എക്സ്. 2 ഡിവൈഡഡ് ബൈ √2. 2നെ നമുക്ക് √2 ഇൻറ്റു √2 എന്ന് എഴുതാം. ബൈ √2 അപ്പൊ √2 ക്യാൻസൽ ആയി പോകും. അപ്പോൾ 2/√2 പറഞ്ഞാൽ √2 ആണ്. √2 കോസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. അതാണ് ഏറ്റവും എളുപ്പത്തിൽ അത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. നോക്കുക എന്താണ് കിട്ടേണ്ടത്. കോസ് 7x പ്ലസ് കോസ് 5x ഡിവൈഡ് ബൈ കോസ് 7x മൈനസ് കോസ് 5x ഈസ് ഈക്വൽ ടു കോട്ടെക്സ്. അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് LHSലാണ്. LHS നമ്മൾ എടുക്കുകയാണെങ്കിൽ കോസ് 7x പ്ലസ് കോസ് 5x all divided by sin 7x മൈനസ് sin 5x. എന്താണ് കിട്ടേണ്ടത്? കോട്ടെക്സ് അല്ലേ? കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ആണ്. അപ്പൊ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ന്യൂമറേറ്ററിൽ കോസ് എക്സും ഡിനോമിനേറ്ററിൽ സൈൻ എക്സും നിന്ന് ബാക്കിയൊക്കെ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ന്യൂമറേറ്ററിലുള്ള 2 ടേമിന്റെ സമ്മാണ്, ഡിനോമിനേറ്ററിൽ 2 ടേമിന്റെ ഡിഫറൻസ് ആണ്. ന്യൂമറേറ്റർ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം കോസ് സി പ്ലസ് കോസ് ഡി, ഡിനോമിനേറ്റർ സൈൻ സി മൈനസ് സൈൻ ഡി. ആ രണ്ടിനെയും പ്രൊഡക്റ്റ് ആക്കാനുള്ള ഫോർമുലയാണ് CD ഫോർമുല. അപ്പൊ ഇത് CD ഫോർമുലന്റെ അപ്ലിക്കേഷൻ ആണ്. കോസ് സി
പ്ലസ് കോസ് ഡി. നമ്മൾ കണ്ടത് 2 കോസ് വീണ്ടും കോസ്, രണ്ടും കോസ് ആവില്ല. ആദ്യത്തെ കോസിന്റെ ഉള്ളിൽ സി പ്ലസ് ഡി ബൈ 2, രണ്ടാമത്തെ കോസിന്റെ ഉള്ളിൽ സി മൈനസ് ഡി ബൈ 2. സിക്ക് പകരം 7x, ഡിക്ക് പകരം 5x. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ മോഡൽ ഏതാന്ന് ചോദിച്ചാൽ സൈൻ സി മൈനസ് സൈൻ ഡി. സൈൻ സി മൈനസ് സൈൻ ഡി 2 കോസ്, രണ്ടാമത്തത് സൈന. ഓക്കെ, 7x പ്ലസ് 5x സി പ്ലസ് ഡി ബൈ 2. ഇവിടെ സി മൈനസ് ഡി ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു സ്റ്റെപ്പ് നമ്മൾ എഴുതിയാൽ 2 കോസ് 7x പ്ലസ് 5x 12x. 12x ഡിവൈഡഡ് ബൈ 2 6x ഇൻറ്റു കോസ് 7x എന്ന് 5x മൈനസ് ചെയ്താൽ 2x. 2x ബൈ 2 പറയുമ്പോൾ x ഡിവൈഡഡ് ബൈ 2 കോസ്, ഇവിടെ വീണ്ടും 6x ഇൻറ്റു സൈൻ x. നിങ്ങൾ നോക്ക്, 2 ക്യാൻസൽ ചെയ്യാം. കോസ് 6x മേലിന്തായി ഇൻറ്റു ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. ബാക്കി വന്നത് കോസ് x ഡിവൈഡഡ് ബൈ സൈൻ x. കോസ് x ബൈ സൈൻ എക്സിന്റെ പേരാണ് കോട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിനേഷനിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ സി ഡി ഫോർമുല കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ 2 സ്റ്റെപ്പ് കൊണ്ട് ആൻസർ കിട്ടും. മൂന്നാമത്തത് പ്രൂവ് ചെയ്യേണ്ടത് എന്താ നോക്കൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് കോസ് 9x മൈനസ് കോസ് 5x ഡിവൈഡഡ് ബൈ സൈൻ 17x മൈനസ് സൈൻ 3x is equal to മൈനസ് സൈൻ 2x ഡിവൈഡഡ് ബൈ കോസ് 10x. ഇവിടെ നമുക്ക് LHSലാണ് നമുക്ക് ചെയ്യാനുള്ളത്. LHS ചെയ്താൽ RHS എത്തും. അപ്പോ LHS ഉള്ളത് കോസ് 9x മൈനസ് കോസ് 5x ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 17x മൈനസ് സൈൻ 3x. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ മാതിരി തന്നെയല്ലേ. മേലെ കോസ് സി മൈനസ് കോസ് ഡി, താഴെ സൈൻ സി മൈനസ് സൈൻ ഡി. സി ഡി ഫോർമുല ഉപയോഗിച്ച് രണ്ടും പ്രൊഡക്റ്റ് ആക്കുക. അപ്പൊ ഇത് കോസ് സി മൈനസ് കോസ് ഡി നമ്മൾ കണ്ടത് -2 സൈന് വീണ്ടും സൈനാണ്. ഇവിടെ 9x പ്ലസ് 5x ബൈ 2, ഇവിടെ 9x മൈനസ് 5x ബൈ 2 ഡിവൈഡഡ് ബൈ താഴെ സൈൻ സി മൈനസ് സൈൻ ഡി 2 കോസ്, രണ്ടാമത്തെ ടേം സൈൻ 17x പ്ലസ് 3x ബൈ 2, ഇവിടെ 17x മൈനസ് 3x ബൈ 2 ഈക്വൽ ടു -2 സൈൻ 9x പ്ലസ് 5x 14x, 14x ബൈ 2 7x into sin 9x minus 5x 4x, 4x by 2 2x divided by താഴെ 2 cos നോക്ക് നിങ്ങള് 17x plus 3x 20x, 20x by 2 എന്ന് പറയുമ്പോൾ 10x into sin 17x minus 3x 14x, 14x by 2 7x. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കുറച്ച് കോമൺ ഫാക്ടർ മേലെ എന്തായി ഇൻഡു 2 ക്യാൻസൽ ചെയ്യാം. സൈൻ 7x കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്യാം. എന്താ ബാക്കിയുള്ളത്? മൈനസ് ഉണ്ട് ന്യൂമറേറ്ററിൽ, സൈൻ 2x ഡിനോമിനേറ്ററിൽ കോസ് 10x. അതല്ലേ കിട്ടേണ്ടത്? മൈനസ് സൈൻ 2x ബൈ കോസ് 10x. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് RHS. ഇനി അടുത്ത പ്രോബ്ലം നാലാമത്തത്. അവിടെ നമുക്ക് നോക്ക് സൈൻ 5x പ്ലസ് സൈൻ 3x ഡിവൈഡ് ബൈ കോസ് 5x പ്ലസ് കോസ് 3x കാണിക്കേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത് ടാൻ 4x. ടാൻ 4x എന്ന് പറഞ്ഞാൽ സൈൻ 4x ഡിവൈഡ് ബൈ കോസ് 4x. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മേലെ ഒരു സൈൻ 4x താഴെ ഒരു കോസ് 4x നിന്നിട്ട് ബാക്കി ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. LHS തന്നെ തുടങ്ങാം. സൈൻ 5x പ്ലസ് സൈൻ 3x ഡിവൈഡഡ് ബൈ cos 5x plus cos 3x. Again application of CD formula. മേലിൽ താഴെ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് കിട്ടും. sin c plus sin d 2 sin
രണ്ടാമത്തത് ഇൻറ്റു കോസ്. അപ്പൊ സൈനിന്റെ ഉള്ളില് സി പ്ലസ് ഡി ബൈ 2 5x പ്ലസ് 3x ബൈ 2. കോസിന്റെ ഉള്ളിൽ സി മൈനസ് ഡി ബൈ 2 5x മൈനസ് 3x ബൈ 2 ഡിവൈഡ് ബൈ താഴെ കോസ് സി പ്ലസ് കോസ് ഡി 2 കോസ് സി പ്ലസ് ഡി ബൈ 2 വീണ്ടും കോസ് സി മൈനസ് ഡി ബൈ 2. That is equal to 2 sin 5x plus 3x 8x 8x by 2 4x into cos 5x minus 3x 2x 2x by 2 x divided by 2 cos ഇവിടെ വീണ്ടും 5x plus 3x 8x by 2 4x into cos ഇവിടെ x വരും. ക്ലിയർ അല്ലേ? 5x minus 3x by 2 2 ക്യാൻസൽ ആയി പോയി. കോമൺ ആയിട്ട് cos x ക്യാൻസൽ ആയി. ബാക്കി വന്നത് sin 4x by cos 4x sin 4x by cos 4x sin theta by cos theta tan theta അല്ലടാ. അപ്പോൾ tan 4x that is equal to RHS. പ്രൂവ് ചെയ്തല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 പ്രൂവ് ചെയ്യേണ്ടത് sin x minus sin y by cos x plus cos y is equal to tan of x minus y by 2. tan of x minus y by 2 പറഞ്ഞാൽ sin of x minus y by 2 ന്യൂമറേറ്ററിൽ ഡിവൈഡഡ് ബൈ cos of x minus y by 2. അവിടെ നമുക്ക് സീരീസ് ഫോർമുലയുടെ ആപ്ലിക്കേഷൻ ആണ്. LHS equal to sin x minus sin y divided by cos x plus cos y. സീരീസ് ഫോർമുല ഉപയോഗിച്ചിട്ട് മേലെ താഴെ പ്രൊഡക്റ്റ് ആക്കിയാൽ രണ്ട് സ്റ്റെപ്പ് കൊണ്ട് ആൻസറിലേക്ക് എത്തും. മേലെ സൈൻ മൈനസ് സൈൻ ആണ്. അപ്പൊ 2 കോസ് ഇൻറ്റു സൈൻ. അവിടെ എക്സും വൈയും ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ ബൈ 2 ആദ്യ ബ്രാക്കറ്റിൽ എക്സ് മൈനസ് വൈ ബൈ 2 രണ്ടാമത്തെ ബ്രാക്കറ്റിൽ. താഴെ കോസ് പ്ലസ് കോസ് പ്ലസ് കോസ് ആകുമ്പോൾ 2 കോസ് വീണ്ടും കോസ്. ഈ ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് വൈ ബൈ 2 ഈ ബ്രാക്കറ്റിൽ എക്സ് മൈനസ് വൈ ബൈ 2. ഈ 2 കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയി. ഇതെന്തായാലും കോമൺ ആണ്. കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ക്യാൻസൽ ആയി പോയി. എന്താ ബാക്കിയുള്ളത്? സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ബൈ കോസ് എക്സ് മൈനസ് വൈ ബൈ 2 സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആണ് അറിയാം. അപ്പൊ ടാൻ ഓഫ് x minus y by 2 that is equal to RHS. Then question number 6 prove that sin x plus sin 3x by cos x plus cos 3x equal to tan of 2x. അവിടെയും സീരീസ് ഫോർമുല ആപ്ലിക്കേഷൻ ആണ്. LHS തുടങ്ങിയാൽ LHS equal to sin x plus sin 3x divided by cos x plus cos 3x. മേലെ sin c plus sin d താഴെ cos c plus cos d. sin c plus sin d എന്ന് പറയുമ്പോൾ 2 sin c plus d by 2 into cos c minus d by 2. അപ്പോൾ 2 sin x plus 3x by 2 into രണ്ടാമത്തെ ടേം cos x minus 3x by 2 divided by താഴെ cos plus cos ആവുമ്പോൾ 2 cos രണ്ടാമത്തെ കോസ് x plus 3x by 2 ഇവിടെ x minus 3x by 2. നമുക്ക് ഇപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യാം ഒരു 2. ഇതിപ്പോ എന്തായാലും സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കോമൺ ആയിട്ട് മേലിൽ താഴെയുള്ളതുകൊണ്ട് ഇപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യാം. ഇനി അതല്ല അടുത്ത സ്റ്റെപ്പിൽ എഴുതിയാലും എഴുതി ക്യാൻസൽ ചെയ്താലും മതി. അപ്പൊ തന്നെ വേണേ ഒഴിവാക്കാം, കോമൺ ആണല്ലോ. അപ്പൊ സൈൻ ഓഫ് x plus 3x by 2 x plus 3x 4x 4x by 2 എന്ന് പറയുമ്പോൾ 2x by cos തന്നെ 2x. ഇത് നിങ്ങൾ എഴുതി ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല, ഇപ്പൊ തന്നെ കട്ട് ചെയ്യാം. അത് പോയി. sin 2x by cos 2x അതിന്റെ പേരാണ് tan 2x that is equal to RHS. Then next ഏഴാമത്തെ ചോദ്യം വരുന്നത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഓക്കെ, cos 4x plus cos 3x plus cos 2x divided by sin 4x plus sin 3x plus sin 2x equal to cot 3x. ഒന്ന് ശ്രദ്ധിക്കണം, കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ അത്ര ചെറുതല്ല, മുന്നോട്ട് പോകണം. LHS തന്നെയാണ് പോകുന്നത്. cos 4x plus cos 3x plus cos 2x മൂന്ന് ടേം ഉണ്ട്. ഡിവൈഡഡ് ബൈ താഴെ അതേ കറസ്പോണ്ടിങ് ആയിട്ട് സൈൻ ആണ്. sin 4x plus sin 3x plus sin 2x. എന്താണ് കിട്ടേണ്ടത്? cot 3x. cot 3x എന്ന് പറഞ്ഞാൽ cos 3x by sin 3x ആണ്. അപ്പൊ ന്യൂമറേറ്ററിൽ ഒരു cos 3x ഉം ഡിനോമിനേറ്ററിൽ ഒരു sin 3x ഉം നിന്നിട്ട് ബാക്കി ക്യാൻസൽ ആയി പോകുന്നുണ്ട്.
ഓൾറെഡി നിങ്ങൾ ഇവിടെ നോക്ക്, ഡിനോമിനേറ്ററിലെ മിഡിലെ ടേം കോസ് 3x ആണ്, ഡിനോമിനേറ്ററിലെ മിഡിലെ ടേം സൈൻ 3x ആണ്. അപ്പൊ ഇതിവിടെ നിന്നിട്ട് ബാക്കി ഇവിടെ നോക്ക്, കോസ് 4x പ്ലസ് കോസ് 2x. ഇവിടെ 4x ആംഗിൾ, ഇവിടെ 2x. 4x ഉം 2x ഉം കൂടി ആഡ് ചെയ്താൽ 6x. അതിന്റെ ബൈ 2, അതിന്റെ പകുതി എടുത്താൽ 3x ആണ്. ഇവിടെ ഓൾറെഡി 3x ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതൊന്ന് പേര് കൊണ്ട് മാറ്റിയിട്ട് കോസ് 4xന്റെ അടുത്തേക്ക് കോസ് 2x എഴുതി, മിഡിൽ ടേം കോസ് 3x മൂന്നാമതായിട്ട് മാറ്റി എഴുതി. അതിന് കുഴപ്പമൊന്നുമില്ല. താഴെ അങ്ങനെ തന്നെ സൈൻ 4x പ്ലസ് സൈൻ 2x പ്ലസ് സൈൻ 3x മാറ്റി. എന്നിട്ട് ഇവിടെ നമ്മൾ സീരീസ് ഫോമിൽ അപ്ലൈ ചെയ്യാം. 4x 2x. അപ്പൊ കോസ് സി പ്ലസ് കോസ് ഡി, 2 കോസ് സി പ്ലസ് ഡി ബൈ, ഞാനൊരു സ്റ്റെപ്പ് കുറക്കുന്നുണ്ട്, c plus d by 2. അപ്പൊ 4x plus 2x by 2. 4x plus 2x 6x. 6x by 2 3x into cos 4x minus 2x. 4x minus 2x 2x. 2x by 2x plus നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന cos 3x divided by, ഇത് sin c plus sin d, 2 sin into cos. സൈനിന്റെ ഉള്ളിൽ 4x plus 2x by 2, 6x by 2 3x into cos 4x minus 2x by 2x plus ഇവിടെ ഉണ്ടായിരുന്ന sin 3x. That is equal to, ശ്രദ്ധിച്ചു നോക്ക്, കോമൺ ഫാക്ടർ ഉണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. That's equal to, ഇവിടെ cos 3x, ഇവിടെ cos 3x. അതിനാ നമ്മള് 6x 4x ഉം 6x ഉം കൊണ്ട് മാറ്റി എഴുതി, 4x ഉം 2x ഉം മാറ്റി എഴുതി സീരീസ് ഫോമിൽ ഉപയോഗിച്ചത്. അപ്പൊ cos 3x കോമൺ ഫാക്ടർ എടുത്താൽ, cos 3x ന്യൂമറേറ്റർ എന്ന് കോമൺ എടുത്താൽ ഇവിടെ 2 cos x പ്ലസ് ഈ cos 3x വന്നാൽ പിന്നെ അവിടെ 1. ഡിനോമിനേറ്റർ അതേപോലെ രണ്ട് ടേമിലും sin 3x കോമൺ ഉണ്ട്. sin 3x ഇവിടെ ഉണ്ട്. sin 3x പുറത്തെടുത്താൽ sin 3x ഇൻറ്റു ബ്രാക്കറ്റിൽ 2 cos x, 2 cos x പ്ലസ് 1 തന്നെ. അപ്പൊ ഈ ബ്രാക്കറ്റ് 2 cos x പ്ലസ് 1 കോമൺ ആയിട്ട് കട്ടായി പോയി. ബാക്കിയുള്ളത് cos 3x by sin 3x, എന്റെ പേരാണ് cot 3x. അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ആ പ്രോബ്ലമൊക്കെ ചോദിച്ചതാ, പരീക്ഷയ്ക്ക് ചോദിച്ചതാ കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8. LHS ആണ് എടുക്കാനുള്ളത്, കാരണം RHS 0 ആണ് കിട്ടുന്നത്. LHS 2 cos pi by 13 into cos 9 pi by 13 plus cos 3 pi by 13 plus cos 5 pi by 13. കുറച്ച് വലിയ ചോദ്യമാണ്. എൻസിആർടിയിലെ മിസലേനിയസ് പ്രോബ്ലം ആണ്. മിസലേനിയസ് പ്രോബ്ലം കുറച്ച് കൂടുതൽ ചെയ്യാനുണ്ടാവും, അറിയാലോ. അപ്പൊ ഇവിടെ ഈ ആംഗിൾസ് ഒക്കെ പെർട്ടിക്കുലർ ആംഗിൾസ് ആണെങ്കിലും നമുക്ക് ഇതിന്റെ കോസ് ഒന്നും അറിയില്ല. പൈ ബൈ 13 ആയാലും 9 ബൈ 13 ആയാലും ഇതിനൊന്നും കോസ് നമുക്ക് റെഡിമെയ്ഡ് അറിയില്ല. അപ്പൊ ഫോമുല ഉപയോഗിച്ചിട്ട് എങ്ങനെയോ 0 ആയി പോയതാണത്. അപ്പൊ എങ്ങനെയാണ് തുടങ്ങുക, എവിടെയാണ് തുടങ്ങാൻ പറ്റുക നോക്കാം. ഈ ആദ്യത്തെ ടേം ഒന്ന് വായിച്ചാൽ, ശ്രദ്ധിച്ചു വായിച്ചാൽ, അതിന് നമ്മൾ പഠിച്ച ഒരു ഫോമുലയായിട്ട് ഒരു കണക്ഷൻ വരുന്നുണ്ട്. 2 cos a cos b. 2 cos a cos b എന്ന് പറയുന്നത് cos a plus b plus cos a minus b ആ. ഫോമുലെല്ലാം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഫോമുലെല്ലാം ചെയ്യാൻ പറ്റൂല. 2 cos a cos b, cos a plus b plus cos a minus b. എക്ക് പകരം പൈ ബൈ 13, ബിക്ക് പകരം 9 പൈ ബൈ 13. ഇതാണ് ഈ എഴുതിയത്. പിന്നെ ഇവിടെ ഉള്ള രണ്ട് ടേം അതേപോലെ ഒന്നും എടുത്ത് അതിനൊപ്പം ഒന്നും ചെയ്യാനില്ല. 3 പൈ ബൈ 13 5 പൈ ബൈ 13 ഞാൻ താഴോട്ട് എഴുതി. ഈക്വൽ ടു കോസ് ഓഫ് പൈ ബൈ 13 9 പൈ ബൈ 13 കൂടി ആഡ് ചെയ്താൽ 1 പൈ ബൈ 13 9 പൈ ബൈ 13 ആഡ് ചെയ്താൽ 10 പൈ ബൈ 13. അപ്പൊ 10 പൈ ബൈ 13 പ്ലസ് കോസ് പൈ ബൈ 13 9 പൈ ബൈ 13 മൈനസ് ചെയ്താൽ 5 by 13 9 pi by 13 മൈനസ് ചെയ്താൽ ഒരെണ്ണത്തിൽ നിന്ന് 9 മൈനസ് ചെയ്താൽ മൈനസ് 8 pi by 13 വരും. പക്ഷെ കോസിന്റെ ഉള്ളിലാണ് വരിക. കോസിന്റെ ഉള്ളിൽ മൈനസ് തീറ്റ വന്നാൽ അത് കോസ് തീറ്റ തന്നെയാണ്. അപ്പൊ അത് കോസ് ശരിക്കും 8 pi by 13 മതി. പിന്നെ ഇവിടെ ഉള്ള കോസ് 3 pi by 13 പ്ലസ് കോസ് 5 pi by 13. നമുക്ക് ആൻസർ കിട്ടിയിട്ടില്ല. ഇപ്പൊ നേരത്തെ 1 2 3 ടേം ഉള്ളത് ആദ്യ ടേമിൽ ഒന്ന് മാറ്റിയപ്പോ 4 ടേം ആയി മാറിയിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിച്ചാല് ഈ ആംഗിൾസിന് ഒരു പ്രത്യേകത ഉണ്ട്.
10π/13 3π/13 അത് സപ്ലിമെന്ററി ആംഗിൾസ് ആ. സപ്ലിമെന്ററി ആംഗിൾസ് പറഞ്ഞാല് അവരുടെ സമ്മ് പയ്യ. നോക്ക്, 10π/13 3π/13 കൂടി ആഡ് ചെയ്യുമ്പോ 13 കോമൺ ഡിനോമിനേറ്റർ 10π + 3π 13π 13π/13 അത് പൈ ആവും. അതേപോലെ 8π/13 5π/13 സപ്ലിമെന്ററി ആംഗിൾസ് ആ. ഇവിടെ സമ്മ് 8 5 13 അല്ലേ, അതും 13π/13 പൈ വരും. അതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതുന്നത് നോക്കിക്കോ. ഈ 10π/13 3π/13 എഴുതാം. രണ്ടും കൂടി ആഡ് ചെയ്ത പൈ ആണ്. അപ്പൊ 10π/13 π - 3π/13 പ്ലസ് ഈ 8π/13 π - 5π/13. പിന്നെ ഈ രണ്ടെണ്ണം ഒന്നും ചെയ്യണ്ട, അങ്ങനെ തന്നെ എഴുതാം. 3π/13 പ്ലസ് കോസ് 5π/13. ഇനി ഇവിടെ നേരത്തെ നമ്മൾ പഠിച്ച റിഡക്ഷൻ ഫോർമുല ഒന്ന് ഉപയോഗിക്കണം. അതിനൊന്ന് ശ്രദ്ധിച്ചോ. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഉള്ളില് പൈ മൈനസ് തീറ്റ. പൈ മൈനസ് ഇതൊരു തീറ്റ വിചാരിച്ചോ. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 × 90. 2 × 90ക്ക് മൈനസ് സെക്കൻഡ് ക്വാർട്ടറിൽ കോസിന്റെ ചിഹ്നം നെഗറ്റീവ്. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി 2 × 90 2 ഈവൺ ആണ്. ഈവൺ ആവുമ്പോൾ സെയിം ഫംഗ്ഷൻ ആണ്. അപ്പൊ കോസ് 3π/13 പ്ലസ് വീണ്ടും കോസ് പൈ മൈനസ് 5π/13 കോസ് 180 ഡിഗ്രി മൈനസ് തീറ്റ, അതും മൈനസ് കോസ് തീറ്റ മൈനസ് കോസ് 5π/13. ഈ രണ്ട് ടേം നേരത്തെ ഉള്ള പോലെ എഴുതാം. കോസ് 3π/13 പ്ലസ് കോസ് 5π/13 കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഇതിന്റെ വാല്യൂ ഒന്ന് അന്വേഷിച്ച് നടക്കണ്ട. ഈ ടേം മൈനസ് അതിന്റെ പ്ലസ് ഇതാ അവിടെ, ഈ ടേം മൈനസ് അതിന്റെ പ്ലസ് ഇതാ അവിടെ. ദാറ്റ്സ് ഈക്വൽ ടു 0. 0 ആണ് കിട്ടേണ്ടത്. നമുക്ക് ആംഗിൾസിന്റെ വാല്യൂസ് ഒന്നും അറിയായിരുന്നില്ല, പക്ഷെ നമുക്ക് അറിയുന്ന ഫോർമുല ഉപയോഗിച്ചപ്പോ 0ലേക്ക് കിട്ടി. ശ്രദ്ധിച്ചു നോക്കട്ടോ. ഒമ്പതാമത്തത് പ്രൂവ് ചെയ്യേണ്ടത് LHS ഉള്ളത് sin 3x plus sin x all into sin x പുറത്ത്, അതേപോലെ cos 3x minus cos x all into cos x. ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക വെച്ചാല് നമുക്കിതാ ഈ ബ്രാക്കറ്റിനൊന്ന് പ്രൊഡക്റ്റ് ആക്കാം CD ഫോമിൽ വെച്ചിട്ട്. sin c plus sin d 2 sin into cos 3x plus x by 2 4x/2 2x 3x minus x 2x by 2 x പിന്നെ ഇവിടെയുള്ള sin x. ഇതാ cos c minus cos d ആണ്. അത് -2 sin വീണ്ടും sin 3x plus x 4x by 2 2x 3x minus x 2x by 2x പിന്നെ ഇവിടെയുള്ള into cos x equal to 2 sin 2x cos x into sin x minus 2 sin 2x sin x into cos x. കഴിഞ്ഞു. ആദ്യത്തെ ടേം നോക്ക്, ഒരു 2 ഉണ്ട്, ഒരു sin 2x ഉണ്ട്, പിന്നെ ഒരു cos x ഉണ്ട്, sin x ഉണ്ട്. ഇവിടെ അതന്നെ 2 sin 2x sin x cos x. ഇത് മൈനസ് ഇത് പ്ലസ് ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പ്രോബ്ലം. പത്താമത്തത് LHS ഉള്ളത് cos x പ്ലസ് cos y ന്റെ ഹോൾ സ്ക്വയർ പ്ലസ് sin x മൈനസ് sin y ന്റെ എന്ത് കാണിക്കേണ്ടത്? ഒരു 4 ഉണ്ട്, 4ന്റെ കൂടെ cos square of x plus y by 2. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുക ഇതൊരു a plus b സ്ക്വയർ, ഇതൊരു a minus b സ്ക്വയർ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാൻ തോന്നും. എക്സ്പാൻഡ് ചെയ്ത് ഇവിടേക്ക് എത്താൻ അത്ര എളുപ്പമുണ്ടാവില്ല. പകരം ചെയ്യാൻ പോകുന്നത് നമ്മൾ നമുക്ക് കിട്ടേണ്ടത് ആംഗിൾ നമുക്ക് cos സ്ക്വയറിനുള്ളിൽ x plus y by 2. നമുക്ക് ഇവിടെ cos x plus cos y. അപ്പൊ നമുക്ക് ഈ സ്ക്വയർ ഇവിടെ നിൽക്കട്ടെ. നമ്മൾ ഇതിനെ പ്രൊഡക്റ്റ് ആക്കുന്നു. cos plus cos നെ പ്രൊഡക്റ്റ് ആക്കുമ്പോൾ 2 cos c plus d ക്ക് പകരം ഇവിടെ x plus y by 2 into cos c minus d by 2 എന്ന് പറയുമ്പോൾ x minus y by 2 അതിന് ഹോൾ സ്ക്വയർ പ്ലസ് ഇതും സ്ക്വയർ അവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രൊഡക്റ്റ് ആക്കാം. സൈൻ മൈനസ് സൈൻ 2 cos into sin. cos ന്റെ x plus y by 2 into sin ന്റെ x minus y by 2 അതിന് ഹോൾ സ്ക്വയർ.
ഇപ്പൊ ഉണ്ടായ ഒരു സൗകര്യമോ നമ്മൾ ഈ പ്ലസ് മൈനസും പോയിട്ട് അവിടെ ഇൻറ്റു വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം രണ്ട് നമ്പർ എ ഇൻറ്റു ബിനെ സ്കോർ ചെയ്യുമ്പോൾ അത് എ സ്ക്വയർ ഇൻറ്റു ബി സ്കോർ ചെയ്താൽ മതി. എ ഇൻറ്റു ബി ഇൻറ്റു സിന്റെ സ്കോർ ആണെങ്കിൽ ഓരോരുത്തരും സ്കോർ ചെയ്താൽ മതി. എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ എക്സെട്ര. അപ്പൊ ഓക്കെ 2 ഇൻറ്റു കോസ് സ്കോർ ചെയ്യുമ്പോൾ 2നെ സ്കോർ ചെയ്യാം 4. ആദ്യത്തെ കോസിനെ സ്കോർ ചെയ്യുമ്പോൾ കോസ് സ്കോർ എക്സ് പ്ലസ് വൈ ബൈ 2. അടുത്ത സ്കോർ ചെയ്യുമ്പോൾ കോസ് സ്കോർ എക്സ് മൈനസ് വൈ ബൈ 2 പ്ലസ് ഇവിടെ അതേപോലെ 2ന്റെ സ്കോർ 4. ഈ കോസിന്റെ സ്കോർ കോസ് സ്കോർ എക്സ് പ്ലസ് വൈ ബൈ 2. അടുത്തത് സൈൻ സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2. ഇനി ശ്രദ്ധിച്ചു നോക്ക്, കോമൺ ഫാക്ടർ ഉണ്ടല്ലോ രണ്ടിലും. 4 രണ്ട് ടേമിലുണ്ട്, 4 ഉണ്ട്. പിന്നെ ഈ കോസ് സ്കോർ എക്സ് പ്ലസ് വൈ ബൈ 2 രണ്ടിലുണ്ട്. അപ്പൊ ഈ ഒരു ടേം ഇത്രയും കോമൺ ആണ്. 4 കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ഇവിടെ ബാക്കിയുള്ളത് കോസ് സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. ഇവിടെ ബാക്കിയുള്ളത് സൈൻ സ്ക്വയർ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കോസ് സ്ക്വയർ എക്സ് പ്ലസ് വൈ ബൈ 2. ഈ ബ്രാക്കറ്റ് നോക്കടാ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ മോഡൽ അല്ലേ? തീറ്റ എന്തോ ആയിക്കോട്ടെ, തീറ്റക്ക് പകരം എക്സ് മൈനസ് വൈ ബൈ 2 ആണ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഐഡന്റിറ്റി നിങ്ങൾക്ക് അറിയാം, അത് 1 ആണ്. സോ ദർ റിമൈൻസ് ഓൺലി 4 ഇൻറ്റു കോസ് സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു RHS. ക്ലിയർ അല്ലേ? പ്രോബ്ലംസ് എല്ലാം നല്ല നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.